ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. 15 നോമ്പിലൂടെയുള്ള യാത്ര നാം തുടരുകയാണല്ലോ. ഈ ദിനങ്ങൾ ദൈവവിശ്വാസത്തിൽ ഒരു പടി കൂടി ദൃഢപ്പെടുവാനും പ്രാർത്ഥനയ്ക്കും വചനധ്യാനത്തിനും ഒരല്പനേരം കൂടി അധികം ചെലവഴിക്കുവാനുമുള്ള അനുഭവം നമുക്കുണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ വചനധ്യാനത്തിലേക്ക് പ്രവേശിക്കുന്നു. ഇന്നത്തെ നമ്മുടെ അല്പസമയത്തെ ചിന്തയ്ക്കായി തിരഞ്ഞെടുത്തിരിക്കുന്ന വേദഭാഗം പുറപ്പാട് പുസ്തകം 3-ാം അധ്യായം 7 മുതൽ 14 വരെയുള്ള വാക്യങ്ങൾ. 7-ാം വാക്യം: മിസ്രയീമിലുള്ള എൻ്റെ ജനത്തിൻ്റെ കഷ്ടത ഞാൻ കണ്ടു. ഊഴിയ വിചാരകന്മാർ നിമിത്തമുള്ള അവരുടെ നിലവിളിയും കേട്ടു. ഞാൻ അവരുടെ സങ്കടങ്ങൾ അറിയുന്നു. നമുക്കേവർക്കും സുപരിചിതമായ ഈ വേദഭാഗത്ത് മരുഭൂമിയിൽ മുൾപടർപ്പിൻ്റെ നടുവിൽ പ്രത്യക്ഷനായ യഹോവ മോശയ്ക്ക് നൽകുന്ന അരുളപ്പാടാണ് പ്രതിപാദിച്ചിരിക്കുന്നത്. തൻ്റെ ജനമായ ഇസ്രായേൽ മിസ്രയീം ദേശത്ത് അടിമവേല നിമിത്തം അനുഭവിക്കുന്ന സങ്കടങ്ങൾ കണ്ട യഹോവ മനസ്സലിഞ്ഞ് മോശയെ അവരുടെ വിടുതലിനായി നിയോഗിച്ചയക്കുന്നതിൻ്റെ ആമുഖമത്രേ ഈ ഭാഗം. ഈ വേദഭാഗത്തിൻ്റെ വെളിച്ചത്തിൽ പങ്കുവയ്ക്കുവാൻ ആഗ്രഹിക്കുന്ന ആദ്യത്തെ ചിന്ത: ഡിവൈൻ പ്ലാൻ ആൻഡ് മാൻസ് വിൽ മേ ഡിഫർ. ദൈവിക പദ്ധതിയും മാനുഷിക ഇച്ഛയും വ്യത്യസ്തമത്രേ. ദൈവജനമായ ഇസ്രായേലിനെ വിടുവിക്കുവാനുള്ള നിയോഗം ലഭിക്കുമ്പോൾ മോശ ചോദിക്കുന്ന ഒരു ചോദ്യമാണ് 11-ാം വാക്യത്തിൽ കാണുവാൻ സാധിക്കുന്നത്. ഫറവോൻ്റെ അടുക്കൽ പോകുവാനും ഇസ്രായേൽ മക്കളെ മിസ്രയീമിൽ നിന്ന് പുറപ്പെടുവിപ്പാനും ഞാൻ എന്തുമാത്രമുള്ളൂ. വിക്കനായ ഒരു സാധാരണക്കാരൻ്റെ ആത്മവിശ്വാസക്കുറവായി ഈ വാക്കുകളെ വ്യാഖ്യാനിക്കാമെങ്കിലും 40 വർഷങ്ങൾക്ക് മുമ്പ് മിസ്രയീമിൽ അരങ്ങേറിയ സംഭവങ്ങൾ വിരൽ ചൂണ്ടുന്നത് മോശ എന്ന ധൈര്യശാലിയായ ഒരു വ്യക്തിയിലേക്കാണ്. അന്യായം ചെയ്ത മിസ്രയീമിനെ അടിച്ചുകൊന്ന് മണലിൽ മറവ് ചെയ്ത ആ കാലത്ത് തന്നെ ഇസ്രായേലിൻ്റെ വിടുതലിന് നേതൃത്വം നൽകാൻ യോഗ്യനും സമ്മതനുമാണ് താനെന്ന് മോശ തെളിയിച്ചു കഴിഞ്ഞിരുന്നു. എന്നിട്ടും ദൈവത്തിൻ്റെ അരുളപ്പാടെങ്കിൽ എന്തേ മോശ ഒരു ഭീരുവിനെ പോലെ മറുപടി പറഞ്ഞു? അവിടെയാണ് മനുഷ്യൻ്റെ ഇച്ഛയും ദൈവത്തിൻ്റെ പദ്ധതിയും തമ്മിലുള്ള അന്തരം. താൻ എന്തിനും പോന്നവനെന്ന് മോശ വിശ്വസിച്ചിരുന്ന കാലത്ത് ദൈവം അവനെ അയക്കുന്നത് മരുഭൂമിയിൽ ആടിനെ മേയിച്ചു നടന്ന ജീവിതം പഠിക്കാനുള്ള 40 വർഷങ്ങളിലേക്കാണ്. ആ ജീവിതത്തോട് പൊരുത്തപ്പെട്ട് തൻ്റെ ബലഹീനതകളെ തിരിച്ചറിഞ്ഞു കഴിഞ്ഞപ്പോൾ യഹോവ മോശയെ തിരിച്ച് മിസ്രയീമിലേക്ക് തൻ്റെ ജനത്തിൻ്റെ വിടുതലിനായി അയക്കുന്നു. മല്ലനായ ഗോലിയാത്തിനെ നിഷ്പ്രയാസം പരാജയപ്പെടുത്തിയ ദാവീദ് പ്രാണഭയം കൊണ്ട് കാടുകളിലും ഗുഹകളിലും പാർക്കേണ്ടി വന്നതും ആഹാസിന് മുന്നിൽ സധൈര്യം ദൈവിക അരുളപ്പാട് വിളിച്ചു പറഞ്ഞ ഏലിയാവ് തോട്ടിലെ വെള്ളം കുടിച്ച് ഒളിവിൽ പാർക്കേണ്ടി വന്നതുമെല്ലാം മനുഷ്യ മനസ്സുകൾക്ക് ഗ്രഹിക്കാനാവാത്ത ദൈവിക പദ്ധതിയാണ്. ലോകപ്രകാരം എത്ര കഴിവുറ്റവരാണ് നാം എന്ന് പറഞ്ഞാലും ദൈവസന്നിധിയിൽ നാം ബലഹീനരത്രേ. നമ്മുടെ ജീവിതത്തിലും നാം ആഗ്രഹിക്കുമ്പോൾ തന്നെ എല്ലാം നടക്കണമെന്നില്ല. എന്നാൽ ആഗ്രഹിച്ചതിലും ഉപരിയായി തൻ്റെ പദ്ധതി പ്രകാരം നമ്മെ വഴി നടത്തുന്നവനാണ് നമ്മുടെ ദൈവം. അതൊരു പക്ഷേ നമ്മുടെ മാത്രമല്ല, മറ്റുള്ളവരുടെ കൂടെ രക്ഷയ്ക്കും വിടുതലിനും വേണ്ടിയുള്ള പദ്ധതിയാവാം. രണ്ടാമതായി, ഡിവൈൻ പ്ലാൻ ഈസ് അറ്റ് ദ റൈറ്റ് ടൈം ത്രൂ ദ റൈറ്റ് പേഴ്സൺ. ദൈവിക പദ്ധതി ശരിയായ സമയത്ത് ശരിയായ മനുഷ്യരിലൂടെ നടക്കുന്നു. ഇസ്രായേലിൻ്റെ വിടുതലിനു വേണ്ടി നിയോഗിതനായി പിറവിയെടുത്ത മോശ മരുഭൂമിയിൽ ജീവിച്ചിരിക്കെ തന്നെ ഈ ജനം ഇത്രകാലം ഇത്രമേൽ സഹനങ്ങളിലൂടെ കടന്നു പോകേണ്ട ആവശ്യം എന്തായിരുന്നു? മരുഭൂമിയിലെ ജീവിതത്തിലൂടെ മോശ പഠിച്ച ജീവിത പാഠങ്ങൾ പോലെ തന്നെ ഇസ്രായേൽ ജനവും ചില തിരിച്ചറിവുകളിലേക്ക് നയിക്കപ്പെടേണ്ടിയിരുന്നു. വൈകിയാലും ഇസ്രായേലിൻ്റെ ദൈവം വിടുവിപ്പാൻ ശക്തനാണ് എന്ന തിരിച്ചറിവ്. ആ വിടുതലിനായി ക്ഷമയോടെ കാത്തിരുന്ന് പ്രാർത്ഥനയിലായിരിക്കുക എന്നതത്രേ മനുഷ്യധർമ്മം. ക്രൈസ്തവ ജീവിതം കഷ്ടതകളും പ്രയാസങ്ങളും നിറഞ്ഞ ഒരു പ്രവാസ ജീവിതമാണ്. ഈ ക്ലേശയാത്രയിൽ എരിയുന്ന ജ്വാലയായി ദൈവത്തിൻ്റെ അരുളപ്പാടും ആലോചനകളും നമ്മെയും വഴി നടത്തുമാറാകട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവമായ കർത്താവേ, ഞങ്ങളുടെ ജീവിതത്തിലെ സഹനങ്ങളിൽ നൽകിത്തന്ന എല്ലാ അരുളപ്പാടുകൾക്കും നന്ദി. ഓരോ നിമിഷവും അവിടുത്തെ പദ്ധതി പ്രകാരം നയിക്കപ്പെടുവാനുള്ള സമർപ്പണത്തോടും ശരിയായ സമയം വരെ കാത്തിരിപ്പാനുള്ള ക്ഷമയോടും കൂടിയായിരിക്കാൻ ഞങ്ങളെ സഹായിക്കണമേ. ആമേൻ.